ക്ലാസ്സിൽ അരുണും ആൻസിലും ആഷിക്കും തമ്മിലുള്ള ഒരു സംഭാഷണം ശ്രദ്ധിക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിലും ഉപയോഗപ്പെടുത്തുന്നത്. പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാൻ കഴിയുന്നോ എന്ന് ഉറപ്പുവരുത്തുക. ആഷിഖ് ടു ആൻസിൽ, ആൻസിലിനോട്. ടു അരുൺ എന്ന് പറയുമ്പോൾ അരുണിനോട്. ടു ദീപക് എന്ന് പറയുമ്പോൾ ദീപക്കിനോട്. ആഷിഖ് ആൻസിലിനോട് പറയുന്നത് കേൾക്കൂ. വിൽ യു ഡു മീ എ ഫേവർ. ഫേവർ എന്ന് വെച്ചാൽ ഉപകാരം. വിൽ യു ഡു, ഡു എന്നാൽ ചെയ്യുക. വിൽ യു ഡു മീ, നീ എനിക്ക്, മീ എന്നാൽ എനിക്ക് എന്നല്ലേ. നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യുമോ? വിൽ യു ഡു മീ എ ഫേവർ. ഷാൽ, വിൽ എന്നിവ സിമ്പിൾ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഭാവി കാലത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. വിൽ യു ഡു മീ എ ഫേവർ, എനിക്ക് ഒരു ഉപകാരം നീ ചെയ്യുമോ? അപ്പോൾ വിൽ യു ഹെൽപ്പ് മീ എന്നാണെങ്കിലോ, നീ എന്നെ സഹായിക്കുമോ? വിൽ യു കം വിത്ത് മീ, നീ എനിക്കൊപ്പം വരുമോ? വിൽ യു കോൾ മീ, നീ എന്നെ വിളിക്കുമോ? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള വാക്യങ്ങൾ നിശ്ചയമായും തയ്യാറാക്കി പഠിക്കേണ്ടതാണ്. അപ്പോൾ ആഷിഖ് ആൻസിലിനോട് ചോദിച്ചു, വിൽ യു ഡു മീ എ ഫേവർ. വിൽ യു ഡു മീ എ ഫേവർ. ആൻസിൽ തിരിച്ചു ചോദിച്ചത് കേട്ടെ. വാട്ട് കൈൻഡ് ഓഫ് ഫേവർ? വാട്ട് കൈൻഡ്, വാട്ട് മീൻസ് എന്ത്, കൈൻഡ് മീൻസ് തരം. എന്ത് തരം ഉപകാരം? ഫേവർ എന്നാൽ ഉപകാരം എന്നാണ്. എന്ത് തരം ഉപകാരം? വാട്ട് കൈൻഡ് ഓഫ് ഫേവർ? ആഷിഖ് പറഞ്ഞു, ഐ ഹാവ് ടു പ്രസൻറ്റ് എ ടോപ്പിക് ഇൻ ദ ക്ലാസ് ടുമാറോ. ഐ ഹാവ് ടു. ഹാവ് ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഹാവ് ടു ഉപയോഗിക്കുന്നത്. ഐ, വി, യു, യോടൊപ്പമാണ് ഹാവ് ടു വരിക. ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ ഹാസ് ടു വരും. ഇത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായി പഠിക്കാം. എങ്കിലും അറിഞ്ഞു വയ്ക്കുക, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുവാനാണ് ഹാവ് ടു. ഐ, വി, യു, സബ്ജക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം ഐ ഹാവ് ടു പ്രസൻറ്റ് എ ടോപ്പിക്. പ്രസൻറ്റ് മീൻസ് അവതരിപ്പിക്കുക. ഒരു ടോപ്പിക്, ഒരു വിഷയം ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ എനിക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട്. ടുമാറോ, നാളെ. ഐ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു സ്റ്റഡി, എനിക്ക് പഠിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു മീറ്റ് ഹെർ, എനിക്ക് അവളെ കാണേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഹാവ് ടു. ഇവിടെ ആഷിഖ് പറഞ്ഞു, ഐ ഹാവ് ടു പ്രസൻറ്റ് എ ടോപ്പിക്, എനിക്ക് ഒരു വിഷയം അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇൻ ദ ക്ലാസ്, ക്ലാസ്സിൽ. ടുമോറോ, നാളെ. നാളെ ഒരു വിഷയം എനിക്ക് ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. അരുണാണ് മറുപടി പറഞ്ഞത്. വെൽ, കൊള്ളാം, ദാറ്റ്സ് ഗുഡ്, അത് നല്ലതാണല്ലോ എന്ന് അരുൺ പറഞ്ഞു. ആഷിഖ്, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ്. ആഷിഖ് അത് ശരിവെച്ചു. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ് മീൻസ് തീർച്ചയായും. റിയലി, ഓഫ് കോഴ്സ്, ഷുവർലി, ഇൻ ഡീഡ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായും എന്ന അർത്ഥത്തിൽ തന്നെയാണ്.
അപ്പോൾ ആഷിഖ് പറഞ്ഞു, ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ്, തീർച്ചയായും അത് നല്ലതാണ്. പക്ഷേ ആഷിഖ് ഹെസിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മടിക്കുക. എന്തോ പറയാനുണ്ട്, എന്നാൽ അറച്ചു നിൽക്കുന്നു, മടിച്ചു നിൽക്കുന്നു. ഒരു പക്ഷേ പറഞ്ഞ് അവിടെ നിർത്തി. ആഷിഖ് ഹെസിറ്റേറ്റ് ചെയ്യുന്നു. ഹെസിറ്റേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം മടിക്കുക, അറച്ചു നിൽക്കുക എന്നൊക്കെയാണ്. ആൻസിൽ പറഞ്ഞു, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റിവീൽ വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്. ഡോണ്ട് ഹെസിറ്റേറ്റ്. ഡോണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അരുത് എന്നർത്ഥമുണ്ടായിരിക്കുന്നതാണ് ഡോണ്ട്. ഡോണ്ട് ഹെസിറ്റേറ്റ് എന്ന് പറയുമ്പോൾ മടിക്കണ്ട. ടു റിവീൽ എന്ന വാക്കിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുക എന്നാണ്. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റിവീൽ, വെളിപ്പെടുത്താൻ മടിക്കണ്ട. വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്, എന്താണ് നിൻ്റെ മനസ്സിലിരിക്കുന്നത് എന്ന് വെളിപ്പെടുത്താൻ മടിക്കണ്ട. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റിവീൽ മീൻസ് വെളിപ്പെടുത്തുക. വാട്ട്സ് ഇൻ യുവർ മൈൻഡ്, നിൻ്റെ മനസ്സിൽ എന്താണ് എന്നത് നീ വെളിപ്പെടുത്താൻ മടിക്കണ്ട. കമോൺ ഒരാളിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സ്പിറ്റ് ഇറ്റ് ഔട്ട്. സ്പിറ്റ് എന്ന വാക്കിന് തുപ്പുക എന്നാണ് അർത്ഥം. സ്പിറ്റ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം എത്രയും വേഗത്തിൽ പറയുവാൻ ഒരാളിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് സ്പിറ്റ് ഇറ്റ് ഔട്ട് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമോൺ സ്പിറ്റ് ഇറ്റ് ഔട്ട്, വേഗം പറയൂ, എന്താ നിൻ്റെ മനസ്സിൽ. ഡോണ്ട് ഹെസിറ്റേറ്റ്, നീ മടിക്കേണ്ടതില്ല. ഡോണ്ട് ഹെസിറ്റേറ്റ്, ഇത് വെച്ച് വാക്യമുണ്ടാക്കി നോക്കൂ. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഗോ ദയർ, അവിടെ പോകാൻ മടിക്കേണ്ടതില്ല. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ബൈ ഇറ്റ്, ഇത് വാങ്ങാൻ മടിക്കേണ്ടതില്ല. ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റിവീൽ ദ സീക്രറ്റ്, ആ രഹസ്യം വെളിപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. അപ്പോൾ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു കോൾ മീ, എന്നെ വിളിക്കാൻ മടിക്കേണ്ട. ഇതാണ് ഡോണ്ട് ഹെസിറ്റേറ്റ് എന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റിവീൽ മീൻസ് വെളിപ്പെടുത്തുക. വാട്ട്സ് ഇൻ യുവർ മൈൻഡ്, നിൻ്റെ മനസ്സിലെന്താണ് എന്നത് വെളിപ്പെടുത്താൻ മടിച്ചു നിൽക്കണ്ട. കമോൺ സ്പിറ്റ് ഇറ്റ് ഔട്ട്, വേഗം പറയൂ. അത് പുറത്തേക്ക് തുപ്പൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നിൻ്റെ ഉള്ളിൽ എന്താണോ അത് നീ വേഗം പറയുക. ആഷിഖ് മറുപടി പറഞ്ഞു, ഐ ആം നോട്ട് വെൽ, എനിക്ക് നല്ല സുഖമില്ല. ഐ ഹാവ് എ ഹെഡേക്ക്, എനിക്ക് തലവേദനയാണ്. ഐ ആം നോട്ട് വെൽ, എനിക്ക് നല്ല സുഖമില്ല. ഐ ഹാവ് എ ഹെഡേക്ക്. വുഡ് both of you please refer the books to collect the points for the presentation of my topic. എന്നിട്ട് ആഷിഖ് ഒരു അഭ്യർത്ഥന നടത്തി. വുഡ് ബോത്ത് ഓഫ് യു പ്ലീസ് റെഫർ, ബോത്ത് ഓഫ് യു നിങ്ങൾ ഇരുവരും, പ്ലീസ് റെഫർ ദയവായി ഒന്ന് റെഫർ ചെയ്യുമോ, ദ ബുക്സ് എനിക്ക് ആ ടോപ്പിക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടുന്ന പോയിൻറ്റുകൾ ശേഖരിക്കുവാനായി നിങ്ങൾ ഇരുവരും ചേർന്ന് ബുക്കുകൾ ഒന്ന് റെഫർ ചെയ്ത്, അതായത് ബുക്കുകൾ വായിച്ച് പരിശോധിച്ച് അതിൽ നിന്നും പോയിൻറ്റുകൾ എനിക്ക് വേണ്ടി ഒന്ന് എഴുതി തരുമോ. ഇതാണ് ആഷിഖ് ചോദിക്കുന്നത്. ആഷിഖ് പറഞ്ഞത് കേട്ടെ. ഐ ആം നോട്ട് വെൽ, എനിക്ക് നല്ല സുഖമില്ല. ഐ ഹാവ് എ ഹെഡേക്ക്, എനിക്ക് തലവേദനയാണ്. വുഡ് ബോത്ത് ഓഫ് യു പ്ലീസ് റെഫർ, നിങ്ങൾ ഇരുവരും ചേർന്ന് ദയവായി ഒന്ന് റെഫർ ചെയ്യുമോ, ദ ബുക്സ് ടു കളക്ട് ദ പോയിൻറ്റ്സ്, ടു കളക്ട് ശേഖരിക്കുവാനായി, ദ പോയിൻറ്റ്സ് ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് മൈ ടോപ്പിക്, എൻ്റെ ടോപ്പിക് നാളെ ക്ലാസ്സിൽ
പ്രസൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ അവതരണത്തിന് വേണ്ടി പോയിൻറ്റുകൾ എനിക്ക് വേണ്ടി ഒന്ന് തയ്യാറാക്കി തരുമോ, ബുക്കുകൾ റെഫർ ചെയ്തുകൊണ്ട്? ആൻസിൽ മറുപടി പറഞ്ഞു, യു ആർ ഗെറ്റിംഗ് ലേസിയർ നവഡേയ്സ്. ഈ ഇടയായി, അതാണ് നവഡേയ്സ്, ഈ ഇടയായി നീ കൂടുതൽ കൂടുതൽ അലസനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ ഗെറ്റിംഗ് ലേസിയർ. ലേസി, ലേസിയർ, ലേസിയസ്റ്റ് എന്നാണ് ആ വിശേഷണ പദത്തിൻ്റെ 3 രൂപങ്ങൾ. ഗെറ്റിംഗ് ലേസിയർ, നീ കൂടുതൽ കൂടുതൽ അലസനായി മാറുകയാണ്. നവഡേയ്സ്, ഈ അടുത്തിടെയായി നീ കൂടുതൽ കൂടുതൽ അലസനായി മാറുകയാണ് എന്ന് ആൻസിൽ പറഞ്ഞു. യു ആർ ഗെറ്റിംഗ് ലേസിയർ. ഗെറ്റിംഗ് ഡാർക്കർ എന്ന് പറയുന്നിരിക്കട്ടെ, എന്ന് വെച്ചാൽ ഇരുളിൻ്റെ കട്ടി കൂടിക്കൂടി വരുന്നു, ഇരുട്ട് ഏറിയേറി വരുന്നു എന്നാണ് ഗെറ്റിംഗ് ഡാർക്കർ എന്ന് പറയുന്നത്. അതുപോലെ ഗെറ്റിംഗ് ലേസിയർ, കൂടുതൽ കൂടുതൽ അലസനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഗെറ്റിംഗ് സ്മാർട്ട് എന്ന് പറയുകയാണെങ്കിലോ കൂടുതൽ കൂടുതൽ മിടുക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഗെറ്റിംഗ് വേഴ്സ് എന്നാണ് പറയുന്നതെങ്കിലോ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു. ആൻസിൽ പറഞ്ഞു, യു ആർ ഗെറ്റിംഗ് ലേസിയർ നവഡേയ്സ്. ഈയിടെയായി നീ കൂടുതൽ കൂടുതൽ അലസനായിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ട ഉടനെ അരുൺ പറഞ്ഞു, യെസ്, അതെ. അതായത് ആൻസിൽ പറഞ്ഞത് ശരിയാണ്. യു ആർ ഗെറ്റിംഗ് ലേസിയർ നവഡേയ്സ്. നീ കൂടുതൽ കൂടുതൽ അലസനാവുകയാണ്. അതുകൊണ്ട് അസേർട്ട് യുവർ സെൽഫ്. ഇതാണ് അരുൺ പറഞ്ഞത്. അസേർട്ട് യുവർ സെൽഫ്. അസേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പരിശ്രമിക്കുക. നീ സ്വയം പരിശ്രമിക്കുക, നീ തന്നെ അത് ചെയ്യുക എന്നാണ് അരുൺ പറഞ്ഞത്. അസേർട്ട് ചെയ്യുക എന്നാൽ സ്വയം ശ്രമിക്കുക, പരിശ്രമിക്കുക. അസേർട്ട് യുവർ സെൽഫ്. ആഷിഖ് അപേക്ഷിച്ചു, ബി കൈൻഡ്. ബി കൈൻഡ്, ദയവുള്ളവരായിരിക്കുക. അല്പം ദയവ് കാണിക്കൂ. ബി കൈൻഡ്, നിങ്ങൾ കൈൻഡായിരിക്കൂ. അപ്പോൾ ബി ഹെൽപ്ഫുൾ എന്ന് പറഞ്ഞാലോ, സഹായിക്കുന്നവരായിരിക്കൂ, സഹായ മനസ്ഥിതിയുള്ളവരായിരിക്കൂ. അപ്പോൾ ബി കൈൻഡ്, ബി ഹെൽപ്ഫുൾ, ബി ജനറസ്. അപ്പോൾ ബി ജനറസ് എന്ന് പറഞ്ഞാലോ, ഔദാര്യം എന്ന മനസ്സോടുകൂടിയുള്ളവരായിരിക്കുക, ഔദാര്യം കാട്ടുക. അതാണ് ബി ജനറസ്. അപ്പോൾ ബി കൈൻഡ്, ബി ഹെൽപ്ഫുൾ, ബി ജനറസ് എന്നൊക്കെ അങ്ങനെ ആയിരിക്കുക. ആൻസിൽ പറഞ്ഞു, മോറോവർ, അതിലുപരി, ഐ നൗ ദാറ്റ്, എനിക്കറിയാം, ബോത്ത് ഓഫ് യു, നിങ്ങൾ രണ്ടുപേരും, ലവ് റിഫറിങ് ബുക്സ്, അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ് ബുക്കുകൾ റെഫർ ചെയ്യുക, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ ആൻസിലിനോട്, അരുണിനോട് ആഷിഖ് ഇങ്ങനെ പറഞ്ഞു, എല്ലാറ്റിലും ഉപരി ആദ്യം ബി കൈൻഡ്, നിങ്ങൾ ദയവുള്ളവരായിരിക്കുക, അതായത് എന്നെ സഹായിക്കുക. അതിലുപരി ഐ നൗ ദാറ്റ്, എനിക്കറിയാം, ബോത്ത് ഓഫ് യു, നിങ്ങൾ ഇരുവരും, ലവ് ഇഷ്ടപ്പെടുന്നു എന്നെനിക്കറിയാം. റിഫറിങ് ബുക്സ്, ബുക്കുകൾ പരതുക, ബുക്കുകൾ വായിക്കുക നിങ്ങൾക്ക് ഇരുവർക്കും ഇഷ്ടമാണ് എന്നെനിക്കറിയാം. അപ്പം ലവ് എന്ന വാക്കിന് ഇവിടെ ഇഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. ബോത്ത് ഓഫ് യു ലവ്, നിങ്ങൾ ഇരുവരും അത് ഇഷ്ടപ്പെടുന്നു. എന്ത്? റിഫറിങ് ബുക്സ്, ബുക്കുകൾ റിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇരുവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആൻസിൽ പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഡോൺ ബറ്റർ. ഡോൺ ബറ്റർ, സോപ്പിടണ്ട. അതാണ് ഡോൺ ബറ്റർ എന്ന് പറഞ്ഞാൽ, സോപ്പിടണ്ട. ഡോൺ ബറ്റർ. ഡോൺ ബറ്റർ മീ എന്ന് പറയുമ്പോഴോ, എന്നെ സോപ്പിടണ്ട. ഡോൺ ബറ്റർ ഹർ, അവളെ സോപ്പിടണ്ട. ഡോൺ ബറ്റർ ഹിം, അവനെ സോപ്പിടണ്ട. ഡോൺ ബറ്റർ അസ്, ഞങ്ങളെ സോപ്പിടണ്ട.
അതായത് ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടി പ്രശംസിക്കുക, പുകഴ്ത്തുക, അല്ലെങ്കിൽ പ്ലീസിങ്, സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുക, ഇതൊക്കെയാണ് സോപ്പിടക്കം. അപ്പോൾ ഡോണ്ട് ബട്ടർ, സോപ്പിടണ്ട, ഇറ്റ് വിൽ നോട്ട് വർക്ക്, അത് പ്രയോജനപ്പെടാൻ പോകുന്നില്ല. അതായത് നിൻ്റെ സോപ്പിടക്കം ഫലിക്കില്ല, സോപ്പിടണ്ട. ആൻസിൽ ആഷിഖിനോട് പറഞ്ഞു. അരുൺ, both of us know that your illness itself is nothing but a cock and bull story. അരുൺ പറഞ്ഞതാണ് ബോത്ത് ഓഫ് ഫസ്. ഇതിപ്പോൾ പലതവണ വന്നത് ശ്രദ്ധിച്ചല്ലോ. ബോത്ത് ഓഫ് ഫസ്, ഞങ്ങൾ ഇരുവരും. ബോത്ത് ഓഫ് യു, നിങ്ങൾ ഇരുവരും. അപ്പോൾ ബോത്ത് ഓഫ് ഫസ് നൗ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, ഞങ്ങൾ ഇരുവർക്കും അറിയാം, ദാറ്റ് യുവർ ഇൽനെസ്, നിൻ്റെ അസുഖം. അതായത് നീ പറഞ്ഞല്ലോ ഐ ആം നോട്ട് വെൽ എന്ന്, എനിക്ക് നല്ല സുഖമില്ല എന്നല്ലേ നീ പറഞ്ഞത്. അപ്പോൾ നിൻ്റെ അസുഖം ഇറ്റ് സെൽഫ്, അസുഖം തന്നെ, ഈസ് നത്തിങ് ബട്ട്, മറ്റൊന്നുമല്ല. നത്തിങ് ബട്ട്, ഏതല്ലാതെ മറ്റൊന്നുമല്ല, ബട്ട് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്നാൽ കെട്ടിച്ചമച്ച കഥ, അയഥാർത്ഥ്യമായ ഒരു കാര്യം, അത് തന്നെ സത്യമല്ല എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ബോത്ത് ഓഫ് ഫസ് നൗ, ഞങ്ങൾ ഇരുവർക്കും അറിയാം, ദാറ്റ് യുവർ ഇൽനെസ് ഇറ്റ് സെൽഫ്, നിൻ്റെ അസുഖം തന്നെ, ഈസ് നത്തിങ് ബട്ട്, മറ്റൊന്നുമല്ല, ഏതല്ലാതെ മറ്റൊന്നുമല്ല, എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. അപ്പോൾ ഇറ്റ്സ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത് കെട്ടിച്ചമച്ച കഥയാണ്. ഇറ്റ്സ് എ ഫേബ്രിക്കേറ്റഡ് സ്റ്റോറി എന്ന് പറയുന്നതാണ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കഥ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ഒരാൾ നിങ്ങളോട് വിവരിക്കുമ്പോൾ അത് അവിശ്വസനീയമായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇറ്റ്സ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഇറ്റ്സ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഇത് കെട്ടിച്ചമച്ച കഥയാണ്, ഇത് യഥാർത്ഥത്തിലുള്ളതല്ല, നിൻ്റെ ഭാവനയ്ക്കനുസരിച്ച് നീ തയ്യാറാക്കിയിരിക്കുന്ന ഒരു കഥയാണിത് എന്ന് പറയുന്നതാണ് ഫേബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ലെങ്കിൽ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്നത്. അപ്പോൾ ഇറ്റ്സ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് അരുൺ പറഞ്ഞു. ആഷിഖ്, ഐ ആം നോട്ട് റെഡി ടു ആർഗ്യൂ വിത്ത് യു. ആഷിഖ് പിന്മാറുകയാണ്. ആഷിഖ് പറഞ്ഞു ഐ ആം നോട്ട് റെഡി, ഞാൻ തയ്യാറല്ല, ടു ആർഗ്യൂ വിത്ത് യു, നിങ്ങളോട് ആർഗ്യൂ മീൻസ് തർക്കിക്കുക, നിങ്ങളോട് തർക്കിക്കുവാൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ നിങ്ങൾ ഒരാളിനോട് പറയുകയാണ് തർക്കത്തിന് ഞാനില്ല, തർക്കത്തിന് ഞാനില്ല, ഐ ആം നോട്ട് റെഡി, ഐ ആം നോട്ട് റെഡി ടു ആർഗ്യൂ വിത്ത് യു, നിങ്ങളുമായി തർക്കിക്കാൻ ഞാനില്ല. ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം, ഐ ആം നോട്ട് റെഡി ടു ആർഗ്യൂ വിത്ത് യു, നിങ്ങളുമായി തർക്കിക്കാൻ ഞാനില്ല. ടെൽ മീ, എന്നോട് പറ, വിൽ യു ഹെൽപ്പ് മീ ഓർ നോട്ട്? ആഷിക്കുന്നതാണ് അറിയേണ്ടത്. വിൽ യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ സഹായിക്കുമോ ഇല്ലയോ? വിൽ യു ഹെൽപ്പ് മീ ഓർ നോട്ട്, നിങ്ങൾ എന്നെ സഹായിക്കുമോ ഇല്ലയോ? നീ എന്നോടൊപ്പം വരുമോ ഇല്ലയോ എന്നെങ്ങനെയാണ് ചോദിക്കുന്നത്? വിൽ യു കം വിത്ത് മീ ഓർ നോട്ട്. നീ അവിടെ പോകുമോ ഇല്ലയോ ചോദിച്ചേ. വിൽ യു ഗോ ദയർ ഓർ നോട്ട്, നീ അവിടെ പോകുമോ ഇല്ലയോ? നീ എന്നെ വിളിക്കുമോ ഇല്ലയോ? വിൽ യു കോൾ മീ ഓർ നോട്ട്? അപ്പോൾ ഇതേ തരത്തിൽ നമ്മൾ ഒട്ടനവധി വാക്യങ്ങൾ ഉണ്ടാക്കി എഴുതിയും പറഞ്ഞും ശീലിച്ച് നമ്മുടെ ഇംഗ്ലീഷ് പെർഫെക്റ്റാക്കി മാറ്റാൻ ശ്രമിക്കണം. ഇവിടെ ആഷിഖ് ചോദിച്ചതാണ് വിൽ യു ഹെൽപ്പ് മീ ഓർ നോട്ട്? ടെൽ മീ, പറ, എന്നോട് പറ, നീ അഥവാ നിങ്ങൾ എന്നെ സഹായിക്കുമോ ഇല്ലയോ? അരുണും ആൻസിലും ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു നോ, ഇല്ല. ആഷിഖ് പറഞ്ഞു ഓക്കെ, ഐ എം നോട്ട് എ ബിബ്ലിയോഫൈൽ ലൈക്ക് യു. ഐ ആം നോട്ട്
ആം പ്രയോഗിച്ചിരിക്കുന്നത് കണ്ടല്ലോ, ഐയോടൊപ്പം ആം. ഐ ആം നോട്ട്, ഞാൻ അല്ല. എന്തല്ല? നോട്ട് എ ബിബ്ലിയോഫയൽ. പുസ്തകപ്രേമി എന്നതിൻ്റെ ഇംഗ്ലീഷാണ് ബിബ്ലിയോഫയൽ. ഐ ആം നോട്ട് എ ബിബ്ലിയോഫയൽ ലൈക്ക് യു. ലൈക്ക് യു, നിങ്ങളെപ്പോലെ ഞാൻ ഒരു പുസ്തകപ്രേമിയല്ല. അതായത് പുസ്തകങ്ങളോട് എനിക്ക് അത്ര കമ്പമൊന്നുമില്ല, എനിക്കത്ര താല്പര്യമൊന്നുമില്ല. അതായത് ഞാൻ അത്ര വലിയ വായനക്കാരനൊന്നും അല്ല. ഐ ആം നോട്ട് എ ബിബ്ലിയോഫയൽ ലൈക്ക് യു. അപ്പോൾ പുസ്തകപ്രേമി എന്നത് ബിബ്ലിയോഫയൽ. പുസ്തക വിരോധിയാണെങ്കിലോ ബിബ്ലിയോഫോബ് എന്നാണ് പറയുക. പുസ്തക വിരോധി ബിബ്ലിയോഫോബ്, പുസ്തകപ്രേമി ബിബ്ലിയോഫയൽ, പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന ആൾ. അപ്പോൾ ഐ ആം നോട്ട് എ ബിബ്ലിയോഫയൽ ലൈക്ക് യു, നിങ്ങളെപ്പോലെ, അതാണ് ലൈക്ക് യു, ഞാനൊരു പുസ്തകപ്രേമിയൊന്നുമല്ല. പക്ഷേ ഐ വിൽ ക്രാക്ക് ദ നട്ട്സ്. ബട്ട് ഐ വിൽ ക്രാക്ക് ദ നട്ട്സ്. ക്രാക്ക് ദ നട്ട് എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും ഞാൻ അത് നേടിയെടുക്കും. എന്ന് വെച്ചാൽ ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിച്ചു കൊള്ളാം. ഐ വിൽ ക്രാക്ക് ദ നട്ട്. ആ നട്ട് ഞാൻ തന്നെ ക്രാക്ക് ചെയ്തു കൊള്ളാം, പൊട്ടിച്ചെടുത്തു കൊള്ളാം. എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ് എങ്കിലും എനിക്ക്, കാരണം ഞാൻ നിങ്ങളെപ്പോലെ ബിബ്ലിയോഫയൽ അല്ല, എങ്കിലും ഞാൻ തന്നെ റെഫർ ചെയ്തു കൊള്ളാം. എനിക്ക് ആവശ്യമുള്ള പോയിന്റുകൾ ഞാൻ തന്നെ തയ്യാറാക്കിക്കൊള്ളാം. ഐ വിൽ ക്രാക്ക് ദ നട്ട്. ഇവിടെ ഐ വിൽ എന്ന് പറഞ്ഞത് കണ്ടോ? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ദൃഢനിശ്ചയത്തോടു കൂടിയാണ് പറയുന്നതെങ്കിൽ ഐ വി യോടൊപ്പം വിൽ ഉപയോഗിക്കും. ഡിറ്റർമിനേഷൻ, അംബിഷൻ, ജീവിതാഭിലാഷം, പ്രോമിസ്, വാഗ്ദാനം, ത്രെറ്റ്, ഭീഷണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ ഐ വി യോടൊപ്പം വിൽ ഉപയോഗിക്കണം എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ഇവിടെ ഇതാ ആഷിക്കിപ്പോൾ ഡിറ്റർമൈൻഡ് ആണ്, ദൃഢനിശ്ചയമെടുത്തിരിക്കുന്നു. ആഷിക് പറഞ്ഞു ഐ വിൽ ക്രാക്ക് ദ നട്ട്. ഈ പ്രശ്നം ഞാൻ തന്നെ പരിഹരിക്കും എന്ന് അയാൾ പറഞ്ഞു. ആൻസിൽ ദെൻ ഗുഡ് ബൈ. എന്നാൽ ഗുഡ് ബൈ. സി യു ഈവനിങ്, വൈകുന്നേരം കാണാം. സി യു ഇൻ ദി ഈവനിങ്, വൈകുന്നേരം കാണാം. ആൻസിൽ പറഞ്ഞു ദെൻ ഗുഡ് ബൈ, എന്നാൽ നമുക്ക് പിരിയാം. സി യു ഈവനിങ്, വൈകുന്നേരം കാണാം കേട്ടോ. ആഷിഖ് പറഞ്ഞു ഓക്കെ ബൈ. ഇത്രയും കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. ഓരോരോ പ്രയോഗങ്ങൾ പുതുതായി നമ്മൾ ഓരോ ക്ലാസ്സിലും കൊടുക്കുന്നത്, അത് എഴുതിയെടുത്ത് ആവർത്തിച്ച് പറഞ്ഞ് പ്രയോഗിച്ച് പഠിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ശേഷം അടുത്ത ക്ലാസ്സിൽ